അമ്മയുടെ അനീമിക് കണ്ടീഷനൊക്കെ മിക്കവാറും എല്ലാം പ്രഗ്നൻസി സമയത്ത് കൺവേർട്ട് ചെയ്യും. പക്ഷേ കുഞ്ഞിൻ്റെ വളർച്ചയിൽ തന്നെ അനീമിയ ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവുള്ള കുട്ടികളുടെ അകത്തുള്ള അയേൺ കണ്ടൻറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അനീമിയ നേരത്തെ തന്നെ വരാം. നമുക്ക് വേണ്ടത് ചബ്ബി ബേബി ആണോ ഹെൽത്തി ബേബി ആണോ എന്നുള്ളതാണ്. വെയിറ്റാണ് എല്ലാത്തിൻ്റെയും ക്രൈറ്റീരിയ ആണ്. അത് നമുക്കൊരു അസസ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. ഇപ്പോൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ഒരു 2.5 കിലോ മുതൽ 3 കിലോ ഉള്ളതാണ് നോർമൽ വെയിറ്റ്. അതനുസരിച്ച് നേരെ ഇരട്ടിയാവണം 5 മാസം മുതൽ 6 മാസം വരെ, 3 ഇരട്ടിയാവണം 1 വയസ്സാവുമ്പോൾ. ചബ്ബി ബേബി ഒരിക്കലും നോർമൽ ബേബി അല്ല. നോർമൽ ബേബീസ് നോർമൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ചബ്ബി ബേബി ആവണമെന്നില്ല. 9ാം മാസത്തിൽ ഒരു കൊച്ചിന് കുറവാണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 വയസ്സിൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1.25 വയസ്സിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വേണം 9ാം മാസത്തിലെ വെയിറ്റ് ഗെയിനിങ് ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് അതിന് നമുക്ക് പല ഐറ്റം ഫീഡിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും അഡ്വൈസ് കൊടുക്കാം. എത്ര നേരം കൊടുക്കണം, വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് പുരട്ടിയിട്ടൊക്കെ കൊടുക്കാം, വെണ്ണ കൊടുക്കാം. ഹായ് എവരിവൺ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സച്ചിദാനന്ദ കമ്മൽ. ഡോക്ടർ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ സീനിയർ പീഡിയാട്രിഷ്യൻ ആണ്. കുട്ടികളിലെ ന്യൂട്രീഷൻ ആൻഡ് ഫീഡിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഡോക്ടർ നമ്മോടൊപ്പം സംസാരിക്കുന്നത്. വെൽക്കം ഡോക്ടർ. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണ് നമുക്ക് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ കുട്ടി ജനിച്ച ഉടനെ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വരെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും? ഏറ്റവും ബെസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഒരു ഫീഡും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുമില്ല. അതോടൊപ്പം എത്തിക്കുന്ന രീതിയിൽ ഇന്ന് വരെ ഒന്നും തന്നെ റിസർച്ച് നടത്തിയിട്ട് അതിനൊപ്പം എത്തിയിട്ടില്ല. നമുക്ക് ഏറ്റവും നല്ലത് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. എപ്പോൾ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഇത് ജനിക്കുമ്പോൾ തന്നെ തുടങ്ങണം. അതിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിലും, സിസേറിനൊക്കെ ആണെങ്കിൽ നമ്മുടെ കഴിയുന്നത്ര നേരത്തെ തന്നെ തുടങ്ങണം, ഫീഡിങ് തന്നെ തുടങ്ങണം. ആദ്യത്തെ ഫീഡാണ് ഏറ്റവും നല്ല ഫീഡ്. അത് കൊളസ്ട്രോൾ അടക്കം ഉള്ള അതിൻ്റെ അകത്തുള്ള ദ്രാവകം മാതിരിയുള്ള അതിൻ്റെ അകത്തേക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവും. അത് മുതലേ കുടിച്ച് തുടങ്ങണം ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ട്. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഫസ്റ്റ് ഫീഡായിട്ട് തന്നെ തുടങ്ങണം. അതാണ് നമ്മൾ 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാനും പാടുള്ളൂ. അതാണ് നമ്മുടെ കൊച്ചിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഫീഡ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണെങ്കിലും ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. 6 മാസത്തിന് ശേഷം മുതലാണ് നമ്മൾ ഈ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുക കുട്ടികൾക്ക്. 6 മാസം വരെ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് മതിയാവും. 6 മാസം കഴിയുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ഐറ്റംസൊക്കെ വേണ്ടി വരും. നമുക്ക് മിൽക്ക് മാത്രം പോരാണ്ട് വരും. ആ സമയങ്ങളിലാണ് നമ്മൾ കുറുക്കിയ സാധനങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യണത്. കുറുക്കിയ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഹോം മെയ്ഡ് ഫുഡിലേക്ക് അങ്ങോട്ട് നീങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏതൊരു കസ്റ്റമർ, ഇപ്പോൾ നമ്മളിപ്പോൾ മലയാളീസ് ആകുമ്പോൾ മലയാളികളുടെ രീതിയിലുള്ള ഫുഡിലേക്ക് പോകുക. കുറുക്കിയതായിട്ട് നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറുക്കിയതിൻ്റെ അകത്ത് രാഗിയുണ്ട്, പുല്ല് അല്ലെങ്കിൽ കണ്ണങ്കായ പൊടിച്ചതുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറുക്കിയത് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരമോ എന്തെങ്കിലും ഒരു നേരം വെച്ചിട്ട് ഒരു ഐറ്റം വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് രണ്ട് നേരം ആക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയ കാലങ്ങളിൽ ചോറൂണെന്നൊക്കെ പറഞ്ഞിട്ട് 6ാം മാസത്തിൽ വെക്കണേ. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ചോറൂണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ തുടങ്ങാൻ പറ്റും. അപ്പോൾ 6 മന്ത് മുതൽ തന്നെ നമുക്ക് സോളിഡ്സ് കൊടുത്തു തുടങ്ങാൻ പറ്റുമോ കുട്ടികൾക്ക്? സെമി സോളിഡ്സ് കൊടുക്കാം. സെമി സോളിഡ്സ് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് സോളിഡ്സിലേക്ക് നീങ്ങാൻ പറ്റും. ആദ്യം സെമി സോളിഡ്സിലേക്ക് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള സോളിഡ്സിലേക്ക് പതുക്കെ കയറ്റി കൊണ്ടുവരാൻ. അപ്പോൾ അതുപോലെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കൺസേൺ ആണ് ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് എത്ര നേരം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും എല്ലാ സ്ഥലത്തും നമുക്കൊരു നിയമം തന്നെയുണ്ട്. 6 മാസം വരെ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ലീവ്
അലൗ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാം, അതിലൊരു കോംപ്രമൈസ് ഇല്ല. 6 മാസത്തിന് ശേഷം വരുന്ന കാര്യമാണ് ജോലിക്കാര്യത്തിന്. ആ ജോലിക്കാര്യത്തിന് പോകുമ്പോൾ പോലും നമുക്ക് രാവിലെയുള്ള ഫീഡ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് പാല് സ്റ്റോർ ചെയ്ത് 8 മണിക്കൂറോളം നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് ചൂടാക്കണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ എടുത്തിട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള നേരത്തേക്ക് കുറുക്കിയതായിട്ടും പിന്നെ ജ്യൂസായിട്ടും പിന്നെ സെമി സോളിഡ്സിൽ നിന്ന് പതുക്കെ സോളിഡ്സിലേക്ക് കടക്കാം. അത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എത്ര വയസ്സ് മുതലാണ് കുട്ടിക്ക് ഈ ഫോർമുല മിൽക്ക് കൊടുത്തു തുടങ്ങുക? അത് ആക്ച്വലി നല്ലതാണോ അതോ മോശമാണോ ഫോർമുല മിൽക്ക്? ഞാൻ ഫോർമുല മിൽക്കിനോടെതിരോ അങ്ങനെയൊന്നുമല്ല. ഈ എല്ലാ മിൽക്കും ബ്രസ്റ്റ് മിൽക്ക് അല്ലാത്തതെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ മിൽക്കാണ്. അതിപ്പോൾ പശുമ്പാലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഫോർമുല ആയിക്കോട്ടെ, എന്ത് സാധനം എടുത്താലും അതൊരു ആർട്ടിഫിഷ്യൽ മിൽക്കാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബ്രസ്റ്റ് മിൽക്കിൻ്റെ സെയിം സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. നമുക്ക് വരുന്നത് എപ്പോഴും അതിന് പകരം വരുന്നത് നമ്മുടെ മറ്റേ ആനിമൽ മിൽക്കാണ്. ആനിമൽ മിൽക്ക് പ്രോസസ്സ് ചെയ്തിട്ട് പൗഡറാക്കിക്കൊണ്ടിരുന്നു. മറ്റേതാണെങ്കിൽ പശുമ്പാലായിട്ട് തന്നെ കിട്ടുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് 2 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് വേറൊരു മിൽക്കിൻ്റെ ആവശ്യകത ഇല്ല. പിന്നെ നമുക്ക് പല റീസൺ കൊണ്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പതുക്കെ പതുക്കെ വേറെ എന്തെങ്കിലുമൊക്കെ മിൽക്ക് പോരാണ്ട് വരികയോ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് ഫോർമുല മിൽക്ക് തുടങ്ങാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് പശുപാല് നല്ല പാല് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തുടങ്ങാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റ് പാലുകൾ ആയിട്ട് കൊടുക്കാം. അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ ആണെങ്കിൽ പോലും ഫോർമുല ആകുമ്പോൾ ഫോർമുലയുടെ മിൽക്കിൻ്റെ അളവിൽ തന്നെ എടുക്കണം, ഡൈലൂഷൻ കൂടുതലില്ലാണ്ട് തന്നെ കൊടുത്തേക്കണം. 1 ഔൺസിന് 1 ടീസ്പൂൺ എന്നുള്ള കണക്കിൽ തന്നെ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യണം. മറ്റേതാണെങ്കിൽ നമ്മൾ പാലായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 വയസ്സിന് താഴ്ത്താണെങ്കിൽ നമ്മളത് പകുതിയായിട്ട് തുടങ്ങും. അതിനുശേഷമേ അത് ഫുൾ മിൽക്കായിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എപ്പോൾ മുതലാണ് കുട്ടികൾക്ക് നമ്മൾ ഈ ഷുഗർ, സോൾട്ട് അങ്ങനെയുള്ള വേറെ സ്പൈസസ് ഒക്കെ നമ്മൾ എപ്പോഴാണ് കൊടുത്തു തുടങ്ങുക? എരിവ് നമ്മുടെ നാടുകളിലൊക്കെ ഭയങ്കര ഹൈ ആണ്. ആ എരിവ് ഒരിക്കലും നമ്മൾ 1 വയസ്സ് വരെ നമ്മൾ ഹെവി എരിവായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ കൊണ്ടുവരരുത്. ഉപ്പാണെങ്കിലും ഒക്കെ ടേബിൾ സോൾട്ട് എടുത്തിട്ട് ഒഴിച്ചിട്ടുള്ള പരിപാടികൾ ചെയ്യരുത്. സാധാരണ രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ നമ്മൾ പതുക്കെ ഓരോ ഐറ്റമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ നമ്മൾ കുറുക്കിയത് 2 നേരം ആക്കുക. അതിനുശേഷം അത് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പോണ സമയത്താണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ദോശയാണെങ്കിൽ ദോശ, അത് എങ്ങനെയാണോ, അല്ലെങ്കിൽ പുട്ടെങ്കിൽ പുട്ട്, എന്ത് സാധനം ഐറ്റം ആണെങ്കിലും നന്നായിട്ട് അതിൻ്റെ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ ചെയ്യുക. പക്ഷേ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ എരിവ് കുറച്ചിട്ടുള്ള കോമ്പിനേഷൻ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് പീച്ചിട്ട് അത് നന്നായിട്ട് ആദ്യം തന്നെ ഒരു രുചിക്കും ന്യൂട്രീഷനുമായിട്ട് കൊടുത്തേക്കുക. പിന്നെ അത് 1/4 ഇഡ്ഡലി എന്നുള്ളത് 1/2 ഇഡ്ഡലി ആക്കുക. അപ്പോൾ അങ്ങനെ അത് ചേഞ്ച് ചെയ്ത് ഫുൾ മീലാക്കിയാൽ രാവിലെ ഉച്ചയ്ക്കും അതേമാതിരി തന്നെ ചോറും അല്ലെങ്കിൽ കഞ്ഞിയായിട്ടും കുറച്ച് സാമ്പാറും ഒക്കെ ഇട്ടിട്ട് വൈകുന്നേരം അതേമാതിരി തന്നെ. ഇപ്പോൾ 2 നേരം കുറുക്കിയതായി, 3-4 പ്രാവശ്യം നമുക്ക് ബ്രസ്റ്റ് മിൽക്കായി. പിന്നെ നമ്മൾ ഇതേമാതിരിയുള്ള ഐറ്റംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഇതും കൂടെ ചേർത്തിട്ട് വരുമ്പോഴേക്കും 1 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് പറഞ്ഞാൽ 1 വയസ്സ് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ നമ്മുടെ കൂടെ ടേബിളിലിരുത്തി നമ്മുടെ മീല് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി കൊടുക്കാൻ പഠിപ്പിക്കുന്നതാണ്. ഒരു ആർട്ടാണിത്. നമ്മളെല്ലാവരും പറയാൻ എളുപ്പമുണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 6 മാസം മുതലേ ട്രൈ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റാണ്. അല്ലാണ്ട് നമ്മൾ ഈ മിക്സിയിലടിച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ പരിപാടിയൊന്നുമല്ല. നമ്മൾ കഴിക്കണ മാതിരി കൊണ്ടുവരണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. 1 വയസ്സ് കഴിഞ്ഞാൽ
നമ്മൾ എങ്ങനെയാണോ കഴിക്കണേ അതേമാതിരി കൊച്ചിനെയും ടേബിളിൽ ഇരുത്തിയിട്ട് കഴിക്കണ മാതിരി കൊണ്ടുവന്നാലാണ് നമ്മുടെ സക്സസ്ഫുൾ ന്യൂട്രീഷൻ കംപ്ലീഷൻ വരുന്നത്. അപ്പോൾ ഈ മീറ്റ് ആണെങ്കിലും എഗ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലൊക്കെ ഇത് എപ്പോഴാണ് കുട്ടിയുടെ ഫുഡിൽ നമുക്ക് അരിത നന്നായിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. 6 മാസം കഴിഞ്ഞ് നമുക്ക് തുടങ്ങുന്ന ഐറ്റത്തിൻ്റെ അകത്ത് ഓരോന്നോരോന്നായിട്ട് മാറി മാറി തുടങ്ങുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ആണല്ലോ തുടങ്ങണേ. അതിനുശേഷം ആദ്യം തന്നെ യോക്ക് കൊടുക്കാം, യെല്ലോ കൊടുക്കാം. അതിനുശേഷം പിന്നെ വെള്ള കൊടുക്കാം. വെള്ളയ്ക്കാണ് ചിലപ്പോൾ എങ്ങാനും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണേ. അതോടൊപ്പം തന്നെ അതിപ്പോൾ 6 മാസം 7 മാസം പിന്നെ അത് കഴിയുമ്പോഴേക്കും ഫിഷ് കൊടുക്കാം. ഫിഷ് ആണെങ്കിലും മറ്റേ എരിവ് കുറച്ചിട്ടുള്ള സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് പീച്ച് കൊടുക്കും. 8 മാസം 9 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇറച്ചി കൊടുത്തു തുടങ്ങാം, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണമാതിരി കൊടുത്തു തുടങ്ങാം. അതാണ് ഞാൻ ഈ ഓരോ ഐറ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത്. ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തുപ്പും ഛർദ്ദിക്കും. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ എങ്ങാനും വയറ്റിൽ നിന്ന് ഇളകി പോവും. ഇതൊക്കെ ഒരു പാർട്ടാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഐറ്റവും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒന്ന് നമ്മുടെ ന്യൂട്രീഷൻ, 2 നമ്മുടെ ഓരോ ഐറ്റത്തിനുള്ള രുചിയും മറ്റതുമൊക്കെ കൂടെ അതിൻ്റെ അകത്തേക്ക് ടേസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് നമ്മുടെ സക്സസ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുട്ടി ഏതെങ്കിലും ഒരു ഫുഡിനോട് അലർജിക് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എന്ത് സിംറ്റം ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക? ഈ ഫുഡിൻ്റെ അലർജി എന്ന് പറയണത് വെരി റെയറാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് കിട്ടാനും. അങ്ങനെ ഒരു ഫുഡ് അലർജി നമ്മുടെ നാടുകളിലൊക്കെ വളരെ വളരെ വെരി റെയറാണ്. അഥവാ വന്നാൽ പോലും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന റിയാക്ഷനാണ് ഫുഡ് അലർജി. അല്ലെങ്കിൽ പിന്നെ വരാനുള്ളതെല്ലാം നമ്മുടെ വയറിൻ്റെ അകത്ത് ദഹനവും മറ്റുള്ളതെല്ലാം. അതൊക്കെ റെയറായിട്ടുള്ള അസുഖങ്ങളിൽ പെടുന്നതാണ്. അതൊക്കെ പെട്ടെന്ന് നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും വയറ്റിളക്കമായിട്ട് വരിക, അല്ലെങ്കിൽ ഛർദിയായിട്ട് വരിക, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോ സിംറ്റം വരുമ്പോൾ എങ്ങനെ വന്നാലും ഡോക്ടറെ സമീപിക്കും. ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ള എളുപ്പം. ഇപ്പോൾ ഈ നട്ട്സ് അലർജി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, നട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? നട്ട്സ് ഒഴിവാക്കുക, അതല്ലാണ്ടുള്ളത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കാമല്ലോ. ഇപ്പോൾ കുട്ടി എത്ര വയസ്സ് മുതലായിരിക്കും വെള്ളം കുടിച്ച് തുടങ്ങുന്നുണ്ടാവുക? വെള്ളം സാധാരണഗതിയിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് ഒരു 70 to 80% വെള്ളമാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ബ്രസ്റ്റ് മിൽക്ക് മതിയാവുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു 6 പ്രാവശ്യമെങ്കിലും ഒരു കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ 6 പ്രാവശ്യം ഒരു ദിവസത്തിൽ വയറ്റിൽ നിന്ന് ഒരു 1, 2, 3 പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെയിറ്റ് ഗെയിനും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രസ്റ്റ് മിൽക്ക് മതിയാവുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വെള്ളവും മതിയാവുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അംശം നമുക്കുണ്ട്. അതേസമയം കുറുക്കീതിലേക്ക് പോകുമ്പോൾ കുറുക്കീത് കൊടുക്കുമ്പോഴേക്കും കുറുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കൊടുക്കുമ്പോൾ കുറച്ചൊരു സാധാരണ വെള്ളവും കൂടെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അത് നമ്മുടെ കൂട്ടത്തിൽ അതങ്ങോട്ട് ഡൈലൂഷൻ വരും. അതല്ലാണ്ട് നമ്മൾ കുറുക്കീത് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറുക്കിയിട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ചില കുട്ടികൾ ചില ഫുഡിനോടൊന്നും ഇപ്പം താല്പര്യമില്ലാത്ത ഫുഡ് കഴിക്കില്ല, അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് മുഴുവൻ കഴിക്കില്ല, അല്ലെങ്കിൽ തുപ്പുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുട്ടിക്ക്? ഇല്ല, ഫോഴ്സ്ഫുള്ളി ഒരു സാധനവും ആവശ്യമില്ല. വിശപ്പ് ഒരു ഭൂലോക നിയമമാണ്. ഒരിക്കലും വിശപ്പ് സഹിച്ചിട്ട് ആരും തന്നെ ജീവിക്കില്ല. പക്ഷെ നമുക്കുള്ള ടേസ്റ്റും നമുക്കുള്ള ഓരോ ഐറ്റവും വെച്ചിട്ടാണ് നമ്മുടെ വയറ് നിറക്കണേ. അതിനിപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടിയിട്ട് വയറ് നിറഞ്ഞാൽ മതി. അല്ലാണ്ട് ഇന്ന സാധനം കിട്ടിയാലേ വയറ് നിറയുള്ളൂ, ഇതാണ് ന്യൂട്രീഷൻ, ഇത് നോൺ ന്യൂട്രീഷനാണ്, ഇത് വെറും വെള്ളമാണ്, ഇതിൻ്റെ അകത്ത് ന്യൂട്രീഷൻ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം നമ്മൾ കൊടുത്ത് ശീലിച്ച് കൊണ്ടുവരുന്ന മാതിരിയാണ് അവരത് പഠിച്ചു വരുന്നത്. ആ പഠിച്ചു വരുന്നതാണ് ഞാൻ പറഞ്ഞ ആ ട്രാൻസ്ഫോർമേഷൻ 6 മാസത്തിൽ നടത്തേണ്ടത്. ആ 6 മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന രീതിയാണ് നമ്മളെ ആ 1 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് റെഗുലർ ഫുഡിലേക്ക് കൊണ്ടുവരുന്നത്. കുട്ടികളൊക്കെ ജനിച്ചതിന് ശേഷം നമ്മുടെ ഒരു ട്രഡീഷൻ ആണത്. ഈ തേന് കൊടുക്കുക, സ്വർണ്ണം ഇങ്ങനെ ഉരയ്ക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതൊക്കെ ആക്ച്വലി എങ്ങനെയാണ് കുട്ടിയുടെ ഹെൽത്തിന് ഏതെങ്കിലും തരത്തിൽ? ഇല്ല, ഒരു
നമ്മുടെ ട്രഡീഷൻ്റെ അകത്ത് നല്ല രീതിയിൽ നല്ല അർത്ഥത്തോടു കൂടി നല്ല ഈ ഒരു കൾച്ചറലും റിലീജിയസും ഒരു തുള്ളിയോ അല്ലെങ്കിൽ നന്നായിട്ട് കൈ കഴുകിയിട്ട് ഒരു തുള്ളി നാക്കയിൽ വെച്ചുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. നമ്മുടെ ട്രഡീഷണൽ കൾച്ചറൽ റിലീജിയസ് ഒന്നും മാറ്റാത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതൊരു സ്ഥിരമായിട്ടോ മറ്റുള്ളതായിട്ടോ കൺവേർട്ട് ചെയ്യരുത്. ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. കുട്ടി അനീമിക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് ഏതൊക്കെയാണ്? നമ്പർ 1, അനീമിക് ആണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ വേണം. അനീമിയ നമ്മൾ വെറുതെ കുട്ടികളിൽ ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞ് നിൽക്കരുത്. നമ്പർ 1, ജനിച്ച കുട്ടികളിൽ വെയിറ്റ് കുറഞ്ഞിട്ടാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോഴേക്കും അവർക്ക് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കണതും കുഞ്ഞിൻ്റെ അകത്തുള്ള അയണിൻ്റെ കണ്ടൻറ്റും എല്ലാം കൂടെ വരുമ്പോഴേക്കും അനീമിയ ഡെവലപ്പ് ചെയ്യും. അമ്മയുടെ അനീമിക് കണ്ടീഷനൊക്കെ മിക്കവാറും എല്ലാം പ്രഗ്നൻസി സമയത്ത് കൺവേർട്ട് ചെയ്യും. പക്ഷേ കുഞ്ഞിൻ്റെ വളർച്ചയിൽ തന്നെ അനീമിയ ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവുള്ള കുട്ടികളുടെ അകത്തുള്ള അയേൺ കണ്ടൻറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അനീമിയ നേരത്തെ തന്നെ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫുഡ് കൊണ്ട് മാത്രം പോരാ, സപ്ലിമെൻ്ററി അയേൺ കൊടുത്തിട്ട് വേണം ഈ 2 മാസം കഴിയുമ്പോഴോ 3 മാസം കഴിയുമ്പോഴോ സപ്ലിമെൻ്ററി അയേൺ ഒരു 2 മാസത്തേക്ക് കൊടുത്തിട്ട് ഡോക്ടറെ കണ്ടിട്ട്, അത് എല്ലാ സ്ഥലത്തും പ്രാക്ടീസ് ഉള്ളതാണ്. അതൊരു വശം. ബാക്കിയുള്ള കാര്യത്തിനെല്ലാം നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞിന് സാധാരണഗതിയിൽ നോർമൽ വെയിറ്റും നോർമൽ ഗ്രോത്തും ഉണ്ടെങ്കിൽ 90% ആൾക്കാർക്കും അനീമിയ വരേണ്ട ആവശ്യമില്ല. ഇനി അനീമിയ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം. ഇപ്പം അങ്ങനെ കുട്ടി ഇപ്പം അനീമിക് ആണെങ്കിൽ തന്നെ നമ്മൾ ഫുഡിൽ എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിന് പച്ചിലയും മറ്റുള്ള ഈ ഐറ്റംസ് ആണ്. രാഗിയിലെല്ലാം നല്ല അയൺ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ 6 മാസത്തിൽ തന്നെ രാഗിയൊക്കെ തുടങ്ങണേ. അങ്ങനത്തെ ഫുഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും, നല്ല വെജിറ്റേറിയൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും നല്ലൊരു ഇതുണ്ട്. അയൺ കണ്ടന്റ് മുട്ടയിൽ നന്നായിട്ടുണ്ട്, അയൺ കണ്ടന്റ് മീറ്റിലുണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇടയിലുള്ളൊരു ഇതാണ്, ഇപ്പോൾ കുട്ടി ഭയങ്കര ചബ്ബി ആയിട്ടുണ്ടെങ്കിൽ കുട്ടി ഹെൽത്തിയാണ്, അത് ഇച്ചിരി ലീൻ ആയിട്ടുള്ളൊരു കൊച്ചാണെങ്കിൽ അത് ഹെൽത്തി അല്ല. അങ്ങനെ പൊതുവേ നമ്മുടെ ഇടയിലൊരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ട്. അതിൽ ഈ പറഞ്ഞതിലല്ല സത്യം. ആ പറയുന്നതിൽ നമുക്ക് വേണ്ടത് ചബ്ബി ബേബിയാണോ ഹെൽത്തി ബേബിയാണോ എന്നുള്ളതാണ്. വെയിറ്റാണ് എല്ലാത്തിൻ്റെയും ക്രൈറ്റീരിയ ആണ്. അത് നമുക്കൊരു അസസ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. ഇപ്പോൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ഒരു 2.5 കിലോ മുതൽ 3 കിലോ ഉള്ളതാണ് നോർമൽ വെയിറ്റ്. അതനുസരിച്ച് നേരെ ഇരട്ടിയാവണം 5 മാസം മുതൽ 6 മാസം വരെ. 3 ഇരട്ടിയാവണം 1 വയസ്സാവുമ്പോൾ. ഇതൊരു വെയിറ്റിൻ്റെ ക്രൈറ്റീരിയ ആണ്. അതിൻ്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് വെയിറ്റ് കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്തോ എവിടെയോ ഒരു തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ചബ്ബി ബേബി ഒരിക്കലും നോർമൽ ബേബി അല്ല. എന്നാൽ നോർമൽ ബേബീസ് നോർമൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ചബ്ബി ബേബി ആവണമെന്നില്ല. അതോടൊപ്പം തന്നെയാണ് ലീനായിട്ട് ഇപ്പോൾ ജനിച്ച പിള്ളേരിപ്പോൾ 3.5 കിലോ ചിലപ്പോൾ പല കാരണങ്ങളാൽ, അമ്മയുടെ കാരണങ്ങളാലോ പല 3.5 കിലോ ആയിട്ട് ജനിക്കും, അല്ലെങ്കിൽ 4 കിലോ. അതിൻ്റെ അർത്ഥം അവരെല്ലാം 8 കിലോ 6 മാസത്തിലാവണമെന്നല്ല. അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് കൂടണമെന്നില്ല, അതിൻ്റെ അതേ ലെവലിൽ തന്നെ കൂടണമെന്നില്ല. പക്ഷെ അവർ കുറച്ചുകൂടെ ചബ്ബി ആയിരിക്കും. അതേസമയം 2.5 കിലോ 2.25 കിലോ ഉള്ള ഒരു കുഞ്ഞിനാണെങ്കിൽ 5 കിലോൻ്റെ അടുത്തോളം നിൽക്കും, 5-6 കിലോ. അപ്പോൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള മറ്റേ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നും. പക്ഷേ എൻ്റെ കൊച്ച് ജനിക്കണത് സമയത്ത് എത്ര ഉണ്ടായിരുന്നോ അതനുസരിച്ചാണ് വളർന്നു വരുന്നത്. അടുത്തുള്ളവരുടെ ജനിക്കുമ്പോൾ വെയിറ്റ് അനുസരിച്ചാണ് അവർ വളരുന്നത്. നമ്മുടെ കൊച്ചുങ്ങളും നോർമലാണ്, അവരുടെ കൊച്ചുങ്ങളും നോർമലാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ആ കുട്ടിക്ക് ഈ
പ്രായമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ മാസമാകുമ്പോഴേക്കും ഇത്ര വെയിറ്റ് പ്രപ്പോർഷണേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഇഫ് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരുമോ കുട്ടികൾക്ക്? അതിനാണ് നമ്മളിപ്പോൾ എന്താണെന്ന് പറയുക, ജനിക്കണ വെയിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാം ഹോസ്പിറ്റൽ ഡെലിവറീസാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിനെ പറ്റി എന്താണെന്നുള്ളതും എത്രയാണെന്നുള്ളതും അറിയാം. 5 മാസമാകുമ്പോൾ നമുക്കറിയാം അത് ഡബിൾ ചെയ്യണമെന്ന്, 1 വയസ്സാകുമ്പോൾ ട്രിപ്പിൾ ചെയ്യണമെന്നും അതാണ് നമ്മുടെ തമ്പ് റൂൾ വെച്ചിട്ട് പോണേ. അപ്പോൾ നമ്മളെങ്ങനെ അച്ചീവ് ചെയ്യണ്ടോ, മതിയാവണ്ടോ, ഫുഡ് മതിയാവണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ തന്നെ അറിയണം, 2 നമ്മൾ അത് കൺഫേം ചെയ്യണം. അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മളത് കൺഫേം ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 6 മാസത്തേക്ക് നമുക്ക് 1.5 മാസം 2.5 മാസം 3.5 മാസത്തിലൊക്കെ നമുക്ക് ഇഞ്ചക്ഷന് പോകും, ട്രിപ്പിൾ ആൻഡ് പോളിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ വെയിറ്റ് ഗെയിൻ കിട്ടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഗെയിനിങ് ഉണ്ടോ, 1.5 മാസത്തിൽ എത്ര പോകും. ആദ്യത്തെ ജനിച്ച കുട്ടി ആദ്യത്തെ 10 ദിവസത്തേക്ക് അത് വെയിറ്റ് കുറയും, പിന്നെയാണ് വെയിറ്റ് കൂടുന്നത്. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് അടുത്ത 10 ദിവസങ്ങൾ നോർമൽ വെയിറ്റിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഗെയിനാണ് വെയിറ്റ്. അപ്പോൾ 1.5 മാസം കുഞ്ഞ് വരുമ്പോഴേക്കും ഇഞ്ചക്ഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയുണ്ട് വെയിറ്റ് എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് അത് 2.5 മാസം 3.5 മാസത്തിലെല്ലാം വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ 6 മാസത്തിൽ കിട്ടണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു ഏകദേശം കിട്ടും. അത് കൂടാണ്ട് തന്നെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കുഞ്ഞ് ഒരു 6 പ്രാവശ്യമെങ്കിലും മൂത്രമൊഴിക്കേണ്ട, ഒരു 2-3 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള ബ്രസ്റ്റ് മിൽക്ക് മതിയാവേണ്ടതെന്നുള്ളത്. ഇനി 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും ഡോക്ടറിൻ്റെ അടുത്തുള്ള വിസിറ്റ് 9-ാം മാസത്തിലാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൻ്റെ അടുത്ത് പോണത് 9-ാം മാസത്തിലാണ്. 9-ാം മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നിലെ അതിൻ്റെ ഇടയിൽ ഒരു തവണ ഡോക്ടറിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.5 മാസം 3.5 മാസം 4 മാസം വെയിറ്റ് ഗെയിൻ നമുക്കത്ര പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 മാസം 7 മാസത്തിൽ ഒന്ന് ഡോക്ടറെ വിസിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ നമ്മൾ ഇത് കോൺഫിഡൻ്റ് ആണെങ്കിൽ സെമി സോളിഡ്സ് ആഡ് ചെയ്യുക, അതിനുശേഷം പതുക്കെ സോളിഡ്സ് ആഡ് ചെയ്യുക, പിന്നെ മുട്ട കൊടുക്കുക, അങ്ങനെ ഓരോ ഐറ്റവും ആഡ് ഓൺ ചെയ്തിട്ട് ചോറ് കൊടുക്കുക, ഇഡ്ഡലി കൊടുക്കുക, ഇങ്ങനെ ഓരോന്ന് ഐറ്റം ആഡ് ഓൺ ചെയ്തിട്ട് 9-ാം മാസത്തിൽ വരുമ്പോൾ നോക്കിയാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും 1 വയസ്സിൽ എത്ര വരണമെന്ന്. അപ്പോൾ അത് 9-ാം മാസത്തിൽ വരുന്ന വെയിറ്റ് നമുക്ക് 1 വയസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് 9-ാം മാസത്തിൽ തന്നെ തുടങ്ങണം. എന്ന് പറഞ്ഞാൽ 2 കാര്യമുണ്ട്. ഒന്ന്, വെയിറ്റ് ഗെയിൻ ചെയ്യണം, നോർമലായിട്ടുള്ള ഗെയിനിങ് വരണം. അത് കൂടാണ്ട് വെയിറ്റ് സപ്പോസ് ടു ബി എന്നുള്ള വെയിറ്റും കൂടെ ഇതോടൊപ്പം ഗെയിൻ ചെയ്യണം. അറ്റൈൻ ചെയ്യേണ്ട വെയിറ്റും നോർമൽ വെയിറ്റ് ഗെയിനും കൂടെ ചേർത്തിട്ട്, അപ്പോൾ നമ്മൾ 9-ാം മാസത്തിൽ ഒരു കൊച്ചിന് കുറവാണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 വയസ്സിൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1.25 വയസ്സിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വേണം 9-ാം മാസത്തിലെ വെയിറ്റ് ഗെയിനിങ് ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് അതിന് നമുക്ക് പല ഐറ്റം ഫീഡിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും അഡ്വൈസ് കൊടുക്കാം, എത്ര നേരം കൊടുക്കണം, വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് പുരട്ടിയിട്ടൊക്കെ കൊടുക്കാം, വെണ്ണ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെയാണ് കഴിക്കണമെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൈലൂട്ടഡ് ആണോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കണവരാണെങ്കിൽ നോൺ വെജ് ഡയറ്റിലേക്ക് നീങ്ങാം. വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള എണ്ണയും വെണ്ണയൊക്കെ ഇട്ടിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ നോക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എന്താണ് വെയിറ്റ് ഗെയിനിൻ്റെ അടുപ്പിച്ച് 2 മാസത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടി ഒരു പ്രായം കഴിഞ്ഞ് അപ്പോൾ നമ്മളുടെ ഒപ്പം ഇരുന്ന് കഴിക്കും എന്നോട്ട് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ ചായ പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എപ്പോൾ മുതലാണ് കൊടുത്തു തുടങ്ങുക? ഇതിനകത്ത് ചായ കുടിച്ചുകൊണ്ടോ ഹോർലിക്സ് കഴിച്ചുകൊണ്ടോ ഒന്നും കുഴപ്പമുണ്ടായിട്ടല്ല. നമുക്ക് ഹോം മെയ്ഡ് സാധനങ്ങളുള്ളപ്പോൾ എന്തിനാ ഈ ആർട്ടിഫിഷ്യൽ ഐറ്റത്തിലേക്ക് പോണേ? ഇതിലെല്ലാത്തിനും നമുക്കൊരു എന്തെങ്കിലും ഒരു അഡിക്റ്റീവ് ഉണ്ടാവും, അതും കൂടെ ചെല്ലണോ? ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഏതൊക്കെയായിരിക്കും? ഹെൽത്ത് വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി പഴയ സാധനങ്ങളൊക്കെ തന്നെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഈ ഫാറ്റി ഐറ്റം ചെല്ലുമ്പോഴാണല്ലോ, അതേതായാലും 1 വയസ്സിലൊന്നും കൊടുക്കാൻ പോകുന്നില്ല. നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ഐറ്റം വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ് എല്ലാം തന്നെ, അട മുതൽ എല്ലാം നല്ലതല്ലേ.
വീട്ടിലുണ്ടാക്കുന്ന അട കഴിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനത്തെ ഹോം മെയ്ഡ് ഐറ്റംസ് എന്ത് തന്നെ വന്നാലും ഒരു തെറ്റുമില്ല. അത് ആ ശീലത്തിൽ നിന്ന് നമ്മൾ ഫാറ്റി ഫുഡിലേക്ക് പോകുമ്പോഴാണ് ആ ഡീവിയേഷൻ വന്നിട്ടാണ് നമുക്ക് അൺനാച്ചുറലായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിനും അൺനാച്ചുറലായിട്ട് നമുക്ക് ഒബേസിറ്റി ഒക്കെ വരാനുള്ള കാരണം. Thank you, doctor. Thank you so much for your time. താങ്ക് യു.